പറയുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയ്ക്കായി കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഈ റിജോയ്സ് മിനിസ്ട്രീസിന്റെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യനും ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയ സണ്ണി അങ്കിൾ, ബഹുമാനപ്പെട്ട പാസ്റ്റർ സണ്ണി അവർ ഇന്ന് മീറ്റിംഗ് ലീഡ് ചെയ്ത തോമസ് ബ്രദർ, മനോഹരമായി ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത ഷാജി ബ്രദർ, ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. വിവിധ ഇടങ്ങളിലായിരിക്കുന്ന നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിങ്കൽ ചേർന്ന് വരുവാൻ സർവശക്തനായ ദൈവം ഈ സമയം ഇടയാക്കിയല്ലോ. സ്തോത്രം. ദൈവവചനത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോവുകയാണ്. എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയം 45 മിനിറ്റാണ്. അതിനുള്ളിൽ ഞാൻ എന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ നിവർത്തിച്ച് ഇരിക്കുന്നതുമായിരിക്കും. എനിക്ക് ബോധ്യമുണ്ട്, നിശ്ചയമായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടും. ഓരോ വ്യക്തികളോടും ദൈവാത്മാവ് സംസാരിക്കും. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വേദഭാഗം വായിപ്പാൻ താല്പര്യപ്പെടുന്നു. 60-ാം സങ്കീർത്തനം, സാംസ് 60 വേഴ്സസ് ഫ്രം 6 to 8 ഞാൻ വായിക്കാം. ദൈവം തന്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തതുകൊണ്ട് ഞാൻ ആനന്ദിക്കും. ഞാൻ ശെഖേമിനെ വിഭാഗിച്ച് സുക്കോത്ത് താഴ്വരയെ അളക്കും. ഗിലെയാദ് എനിക്കുള്ളത്, മനശ്ശെയും എനിക്കുള്ളത്. എഫ്രൈമിന്റെ തലക്കോരുകയും യഹൂദ എന്റെ ചെങ്കോലും ആകുന്നു. മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക. ഏദോമിന്മേൽ ഞാൻ എൻ്റെ ചെരുപ്പ് എറിയും. ഫെലിസ്ത്യ ദേശമേ, നീ എന്റെ നിമിത്തം ജയഘോഷം കൊള്ളുക. ശ്രദ്ധിച്ചേ, ഈ 3 വാക്യങ്ങളിൽ 9 സ്ഥലങ്ങളുടെ പേരുകൾ പ്രതിപാദിച്ചിട്ടുണ്ട്, ഇല്ലേ? 1 ശെഖേം, 2 സുക്കോത്ത്, 3 ഗിലെയാദ്, 4 മനശ്ശെ, 5 എഫ്രയീം, 6 യഹൂദ, 7 മോവാബ്, 8 ഏദോം, 9 ഫെലിസ്ത്യ ദേശം. നമ്മളൊക്കെ സാധാരണ സഭായോഗത്തിനും കുടുംബ പ്രാർത്ഥനയ്ക്കും ഒക്കെ വായിച്ചു വിടാറുള്ള ഒരു സങ്കീർത്തനമായി 60-ാം സങ്കീർത്തനം. ഞാനും ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഈ 9 സ്ഥലങ്ങളുടെ പേരുകൾ എന്തിനാ ദൈവത്തിന്റെ ആത്മാവ് എഴുതി ചേർത്തത്? ഞാൻ ഇത് പല പ്രാവശ്യം ഇങ്ങനെ വായിച്ചു വിട്ടിട്ടുണ്ട്. ഞാൻ ശെഖേമിനെ വിവാഹിക്കും, സുക്കോത്ത് താഴ്വര അളക്കും, ഗിലെയാദ് എനിക്കുള്ളത്, മനശ്ശെയും എനിക്കുള്ളത് എന്നൊക്കെ ഇങ്ങനെ വായിച്ചു വിട്ടിട്ടുണ്ട്. എന്നതാ അതിനർത്ഥം? ഞാൻ കഴിഞ്ഞ നാളുകൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞത്, ഈ സ്ഥലങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സങ്കീർത്തനത്തിൽ എഴുതി ചേർക്കാൻ കാരണമുണ്ട്. ആ സ്ഥലങ്ങളുടെ പ്രത്യേകതകൾ നാം ചിന്തിച്ച് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ പറയത്തുള്ളൂ, ശെഖേമിനെ ഞാൻ വിഭാഗിക്കും, സുക്കോത്ത് താഴ്വരെ ഞാൻ അളക്കും, ഗിലെയാദ് എനിക്കുള്ളത്, മനശ്ശെയും എനിക്കുള്ളത്. അവൻ നമുക്കുള്ളതിനെ വിഭാഗിച്ച് എടുക്കുവാൻ നമ്മൾ തുനിയും. എപ്പോൾ? ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോൾ. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഈ 9 സ്ഥലങ്ങളെ കുറിച്ചും ഒരു നോട്ട്സ് തയ്യാറാക്കിയിട്ടുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് തന്ന കാഴ്ചപ്പാടനുസരിച്ച്, വെളിപ്പാടനുസരിച്ച് ഞാൻ ആ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം
ഇന്ന് ഈ സമയത്ത് ഇവിടെ എടുക്കാൻ സമയമില്ല. എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയപരിമിതിക്കുള്ളിൽ ഒരു സ്ഥലം മാത്രം ഒന്ന് തൊട്ട് ചൂണ്ടിക്കാട്ടുവാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ ലൈഫുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നമുക്കതിനെ ചിന്തിക്കാം. ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഗിലെയാദ് എന്നുള്ളതാണ്. ഗിലെയാദ് 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 എന്ന പേരിന് ഒരു അർത്ഥമുണ്ട്. ശ്രദ്ധിക്കണേ, ഗിലെയാദ് എന്ന പേരിന് ഒരർത്ഥമുണ്ട്. റഗ്ദ് എന്നാണ്. റഗ്ദ് അഥവാ കുണ്ടും കുഴികളും ഒക്കെ നിറഞ്ഞ സ്ഥലം. കുണ്ടും കുഴികളും ഒക്കെ നിറഞ്ഞ സ്ഥലം. ശ്രദ്ധിക്കണം, സങ്കീർത്തനക്കാരൻ പറയുന്നു, ഗിലെയാദ് എനിക്കുള്ളത്. ഗിലെയാദ് എനിക്കുള്ളത്. സ്തോത്രം. അപ്പൊ കുണ്ടും കുഴികളും നിറഞ്ഞ ആ സ്ഥലം എനിക്കുള്ളത് ആരെങ്കിലും പറയുമോ? കുണ്ടും കുഴികളും നിറഞ്ഞ അണീവൻ സർഫസ് ആയിരിക്കുന്ന പ്ലേസ് ആരെങ്കിലും പോയി വാങ്ങുമോ? അതെനിക്ക് വേണമെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. നമ്മളൊക്കെ നോക്കുന്ന നിരപ്പായ മനോഹരമായ ഒക്കെ സ്ഥലങ്ങളാ. എന്നാൽ ശ്രദ്ധിക്കണം, ഇവിടെ ഈ ഗിലെയാദിനെ, അതായത് റഗ്ഡ് പ്ലേസിനെ ദൈവം തമ്പുരാൻ ഏത് നിലവാരത്തിൽ ആക്കി മാറ്റി എന്നുള്ളത് ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും പറയും, ഐ നീഡ് ദാറ്റ് പ്ലേസ്. എനിക്കത് വേണം. ഗിലെയാദ് എനിക്കുള്ളത്. അങ്ങനെ പറയണമെങ്കിൽ ഗിലെയാദിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്കതൊക്കെ ഒന്ന് ഏകദേശം ഒരു 10 പ്രത്യേകതകൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 10 എണ്ണം ഉണ്ട്. നമുക്കെല്ലാം ചിന്തിക്കാം. ഏതെങ്കിലും ഒരെണ്ണം ചിന്തിക്കാതെ വിട്ടുപോയാൽ നിങ്ങൾ എന്നെ ഇരുത്തി പൊറിപ്പിക്കത്തില്ല. ഫോൺ വിളിയായിരിക്കും, പാസ്റ്ററെ ആ 9ാമത്തേത് ഏതാ, ആ 10ാമത്തേത് ഏതാന്ന് ചോദിക്കുക. അതുകൊണ്ട് ഇന്ന് ഞാൻ 10 പറഞ്ഞിട്ടേ നിർത്തത്തുള്ളൂ, എനിക്ക് തന്ന സമയത്തിനുള്ളിൽ. പെട്ടെന്ന് നമുക്ക് പോകാം. ഒന്നാമത്തെ പ്രത്യേകത, ഗിലെയാദിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഉൽപ്പത്തി പുസ്തകം ജനസിസ് ചാപ്റ്റർ 31 വേഴ്സ് 21. ആർക്കെങ്കിലും ഒന്ന് എടുത്ത് വായിച്ച് സഹായിക്കാമെങ്കിൽ ഉപകാരമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 21-ാമത്തെ വാക്യം. ആ വായിക്കുന്ന വ്യക്തി മാത്രം ഒന്ന് ആ മ്യൂട്ട് മാറ്റി അത് വായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ബാക്കി എല്ലാവരും അത് ഓഫ് ചെയ്തതിന്, സ്പീക്കർ ഓഫ് ചെയ്തതിന് ഇട്ടേക്കണം. ഇങ്ങനെ അവൻ തനിക്കുള്ള സകലവുമായി ഓടിപ്പോയി. അവൻ പുറപ്പെട്ട് നദി കടന്നു ഗിലെയാദ് പർവ്വതത്തിന് നേരെ തിരിഞ്ഞു. മതി. ഗിലെയാദ് പർവ്വതത്തിന്റെ അടുക്കലെത്തി. ആരാന്നറിയാവോ? യാക്കോബ്. തനിക്കുള്ള സർവസമ്പത്തുമായി ഭാര്യമാര്, മക്കള്, ദാസീദാസന്മാര്, ആടുമാടുകൾ, തനിക്കുള്ള സകലതുമായിട്ട് അവൻ പദ്ദൻ ആരാമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ലാബാന്റെ വീട്ടിൽ നിന്ന് അവൻ യാത്ര പുറപ്പെട്ടു. 10 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഗിലെയാദ് മലഞ്ചെരുവിലെത്തി. അവിടെ കൂടാരമടിച്ച് അവിടെ കിടക്കുക. രാത്രിയായി. രാത്രി യാത്ര ചെയ്യാൻ ഒക്കത്തില്ല. അവിടെ മലഞ്ചെരുവിൽ കൂടാരമടിച്ച് അവൻ കിടക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവൻ പുറപ്പെട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ ലാബാൻ അറിവ് കിട്ടി, എടാ നിന്റെ മരുമകൻ സകല സമ്പത്തും കൊണ്ട് പോയി. ലാബാൻ വിട്ടില്ല. അവൻ തന്നെ സഹോദരന്മാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് യാക്കോബിന്റെ പിന്നാലെ അവൻ യാത്ര പുറപ്പെട്ടു. 7 ദിവസം യാത്ര ചെയ്ത് അവന് ഗിലെയാദ് മലഞ്ചെരുവിലെത്തി. നിങ്ങൾ താഴോട്ട് പിന്നെ വായിച്ചു നോക്കിയാൽ മതി. ഗിലെയാദ് മലഞ്ചെരുവിൽ അവനും എത്തി. അവൻ അവിടെ ഒരു മലഞ്ചെരുവിൽ രാപാർക്കുക, കൂടാരമടിച്ചു കിടക്കുക. ശ്രദ്ധിക്കണം, ഞാൻ ദൂത് പറയാൻ പോവുക. സ്വോത്രം. ഒരു ചരുവിൽ യാക്കോബൻ കൂട്ടരും കൂടാരമടിച്ചു കിടക്കുന്നു. മറ്റേ ചരുവിൽ ലാബാനും കൂട്ടരും കൂടാരമടിച്ചു കിടക്കുന്നു. ലാബാൻ തന്റെ സഹോദരന്മാരോട് ഇങ്ങനെ പറഞ്ഞു കാണും, നോക്കിക്കേ, എവിടെ പോകാനാ, നമ്മെ വിട്ട് ഇറങ്ങി പുറപ്പെട്ടതാ, ദോണ്ട കിടക്കുന്നു. നാളെ നേരം വെളുക്കുമ്പോ യാക്കോബൻ തനിക്കുള്ള സകലതും നമ്മുടെ കസ്റ്റഡിയിലാകും എന്ന് വ്യാമോഹിച്ച് ലാബാൻ തന്റെ കൂടാരത്തിൽ കയറിയപ്പോൾ
ദൈവത്തിന്റെ പൈതലെ, നിന്റെ നന്മയെ പിടിച്ചെടുക്കുവാൻ, നിന്റെ ആരോഗ്യത്തെ പിടിച്ചെടുക്കുവാൻ, നിനക്കുള്ള അനുഗ്രഹത്തെ പിടിച്ചെടുക്കുവാൻ അവൻ ശത്രുവായ പിശാച് പിന്തുടർന്നു വരുന്ന അനുഭവങ്ങൾ ഉണ്ട്. ആരോടോ ദൈവാത്മാവ് ഇടപെടുകയാണ്. നിനക്കുള്ളതിനെ പിടിച്ചെടുക്കാൻ, നിനക്കുള്ളതിനെ പിടിച്ചെടുക്കാൻ, നിനക്കറിയപ്പെട്ട നന്മകളെ പിടിച്ചെടുക്കാൻ ശത്രു പിന്തുടരുമ്പോൾ ഓർത്തുകൊള്ളുക, ലാബാൻ പുറപ്പെട്ടു വന്നത് യാക്കോബ് അറിഞ്ഞില്ല. യാക്കോബ് അറിഞ്ഞില്ലെന്ന് ഇല്ലേ? പക്ഷേ യാക്കോബിന്റെ ദൈവം അത് അറിഞ്ഞു. ആമേൻ. നീ ഒരുപക്ഷെ അറിഞ്ഞില്ലെങ്കിലും, നിനക്കൊരു പക്ഷെ മനസ്സിലായില്ലെങ്കിലും, നിന്നെ പിന്തുടരുന്ന അന്യായ ശക്തികളെ അറിയുന്ന ഒരുവനുണ്ട്. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. എനിക്ക് നൃത്തം ചെയ്ത് ആരാധിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സ്തോത്രം. ശ്രദ്ധിച്ചേ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവൻ ഉണ്ടെന്ന്. അന്ന് രാത്രി സെയിം നൈറ്റ് ലാബാന്റെ കൂടാരത്തിൽ ദൈവം തമ്പുരാൻ ഇറങ്ങിച്ചെന്ന് ഇന്ന് ഈ സമയത്ത് ആ സുജന ജേക്കബ് എന്ന പേരെഴുതിയ വ്യക്തി ദൈവാത്മാവ് ഇടപെടുകയാ കേട്ടോ. പ്രിയ സഹോദരി, നിനക്ക് വേണ്ടി ഇറങ്ങി ദൈവം പ്രവർത്തിക്കുന്ന സംഭവം മുന്നിലുണ്ട്. നീ ഭാരപ്പെട്ട് ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ അവൻ തന്റെ ദൂതനെ അല്ല ഇറക്കുന്നത്. അവൻ തന്നെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ പോകുക. ആമേൻ. മറ്റാരോട് പറയാതെ ഏകയായി ഒറ്റയ്ക്ക് എന്റെ സന്നിധിയിൽ ഞരങ്ങി വിഷയം വെച്ച് ജാഗരിക്കുന്ന ആമൻ സഹോദരിയെ, ആമൻ നിനക്ക് വേണ്ടി നേരിട്ടിറങ്ങുന്നവൻ. ഞാൻ മടങ്ങി വരട്ടെ. സ്തോത്രം. യാക്കോബ് പോലും അറിഞ്ഞില്ലെന്ന് യാക്കോബ് പോലും അറിഞ്ഞില്ലെന്ന് ആ സുജന എന്ന് പറയുന്ന സഹോദരിയോട് വീണ്ടും ദൈവാത്മാവ് പറയാൻ പറയുന്നു. 2026 ശ്രദ്ധിക്കണം, ആമേൻ, കർത്താവിന്റെ വരവിന് താമസമെങ്കിൽ അതിന്റെ 2ാം മാസമാകുന്ന ഫെബ്രുവരി മാസത്തിൽ ഒരു പ്രത്യേക വിടുതൽ ആ കുടുംബത്തിൽ വെളിപ്പെടും. ആമേൻ. സ്തോത്രം. ശ്രദ്ധിക്കൂ, യാക്കോബ് പോലും അറിഞ്ഞില്ല ദൈവം തമ്പുരാൻ ഇറങ്ങിച്ചെന്നത്. ലാബാന് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ലാബാനോട് ദൈവം തമ്പുരാൻ പറയാ, ലാബാനെ, എന്റെ ദാസനായ യാക്കോബിന്റെ നേർക്ക് നീ ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചോളും. എത്ര പേർക്ക് ദൈവത്തെ കരമുയർത്തി സ്തുതിക്കാൻ കഴിയോ? നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട്, നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരുവനുണ്ട്. സ്തോത്രം. യാക്കോബ് പോലും അറിഞ്ഞില്ല കേട്ടോ. ഞാൻ വേഗം മടങ്ങി വിളിച്ചു. അവിടെ നിന്ന് ഒത്തിരി പറയണമെന്നുണ്ടായിരുന്നു. സ്തോത്രം. ആമീൻ. ഓരോ വിഷയവും എടുത്ത് ഒത്തിരി വിശദീകരിക്കണമെന്നുണ്ട്. പക്ഷെ വിടുകയാണ്. നമുക്ക് ആ പോയിന്റ്സ് എല്ലാം ഒന്ന് ചിന്തിക്കണമല്ലോ. എന്നിട്ട് വേണം നമുക്ക് പറയാൻ, ഈ ഗിലെയാദ് എനിക്ക് വേണം. ഒന്നാമത്തെ പ്രത്യേകത, ലാബാൻ പിറ്റേ ദിവസം രാവിലെ യാക്കോബിന്റെ കൂടാരത്തിലേക്ക് ചെന്നു. അവന് ദോഷം നിരൂപിച്ചുകൊണ്ടാ ചെന്നത് കേട്ടോ. 10 പ്രാവശ്യം യാക്കോബിന് ലഭിക്കേണ്ട പ്രതിഫലം തടുത്തു വെച്ചവനായി ഈ ലാബാൻ. അവന്റെ ഈ പുറപ്പാട് നന്മയ്ക്കായിട്ടല്ല, നല്ലതിനല്ല. യാക്കോബും ലാബാനും തമ്മിൽ ഒരു ഉടമ്പടി എടുത്തു. ലാബാന്റെ ജീവിതത്തിലെ വ്യത്യാസം കണ്ടിട്ട് യാക്കോബ് ചോദിച്ചു, എന്നാ പറ്റി? അവൻ പറഞ്ഞു, എന്തോ പറ്റാനാ? ഇന്നലെ രാത്രി നിന്റെ ദൈവം എന്റെ കൂടാരത്തിൽ വന്നെന്ന്. സ്തോത്രം. യാക്കോബ് പോലും അതറിഞ്ഞില്ല. ലാബാൻ പറയാ, നിന്റെ ദൈവം എന്റെ കൂടാരത്തിൽ വന്നു എന്ന്. സ്തോത്രം.
ദൈവത്തിന്റെ പൈതല് നിനക്ക് വേണ്ടി സംസാരിക്കേണ്ട ഇടത്ത്, നിനക്ക് വേണ്ടി ഇടപെടേണ്ട സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം അടങ്ങിയിരിക്കുന്നില്ല. അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവമാ. ശ്രദ്ധിക്കൂ, ഇവർ തമ്മിൽ ഒരു ഉടമ്പടി എടുത്തു. ഒരു കല്ലെടുത്ത് തൂണായി നാട്ടി. ലാബാൻ അതിന്റെ പേരിട്ട് ഗലേദ്. ഗലേദ്. യാക്കോബ് അതിന്റെ പേരിട്ടു മിസ്പ. മിസ്പ. മിസ്പ എന്ന വാക്കിന്റെ അർത്ഥം അവിടെ തന്നെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, കാവൽ മാടം. കാവൽ മാടം. എന്തിനാ ഈ കല്ലെടുത്ത് തൂണായി നാട്ടിയത്? എന്താ ഈ കാവൽ മാടം ചൂണ്ടിക്കാട്ടുന്നത്? യാക്കോബ് പറഞ്ഞു, ഇനി എനിക്കെതിരെ ദോഷം നിരൂപിച്ചുകൊണ്ട് ഈ തൂണിന് ഇപ്പുറത്തൊരു സ്റ്റെപ്പ് വെച്ചേക്കരുത്. ആമേൻ. അങ്ങനെയെങ്കിൽ ഗിലെയാദിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ശത്രുവിന് അതിരിടുന്ന സ്ഥലമാ ഗിലെയാദ്. ആമേൻ. ദൈവത്തിന്റെ പൈതലേ, കടലിലെ വെള്ളം കരയിലേക്ക് കയറാതെ വണ്ണം മണല് കൊണ്ട് അതിരിട്ട ദൈവമാ നമ്മുടെ ദൈവം. ഇന്ന് ഈ സമയത്ത് ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും കാവൽ മാടമാകുന്ന മിസ്പ നമുക്ക് നാട്ടാം. ശത്രുവിനോട് പറയാം, ശത്രുവേ, എനിക്കെതിരെ, എന്റെ കുടുംബത്തിനെതിരെ, എന്റെ തലമുറയ്ക്കെതിരെ ദോഷം നിരൂപിച്ചുകൊണ്ട് നിനക്ക് ഈ കാവൽ മാടത്തിന് ഇപ്പുറത്ത് വരാൻ ഒക്കത്തില്ല. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പൈതല് അതിന്റെ വില നാം മനസ്സിലാക്കണം. അതിന്റെ അപ്പുറത്തേക്ക്, അതിനിപ്പുറത്തേക്ക് ശത്രു വരത്തില്ല കേട്ടോ. പിശാചിന് പേടിയാ. ദൈവം തമ്പുരാൻ പറഞ്ഞെന്തുവാ? ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. സ്തോത്രം. ഞാൻ മടങ്ങി വരട്ടെ. ഗിലെയാദിന്റെ രണ്ടാമത്തെ, അപ്പൊ ഒന്നാമത്തെ പ്രത്യേകത അതിരിട്ട സ്ഥലം. ശത്രുവിന് നേർക്ക് അതിര്, ബൗണ്ടറി കൽപ്പിച്ച സ്ഥലം. ഇതിനിപ്പുറത്തേക്ക് നീ വന്നേക്കരുത്. നമുക്ക് പറയാം ദൈവമക്കളെ, പിശാചിന്റെ മുഖത്ത് നോക്കി പറയാം, എന്നെയോ എന്റെ കുടുംബത്തെയോ എന്റെ തലമുറയോ എന്റെ നന്മയെയോ നീ തൊട്ടേക്കരുത്. രണ്ടാമത്തെ പ്രത്യേകത, ആവർത്തന പുസ്തകം 34 അധ്യായം, ഡ്യൂട്രോണോമി ചാപ്റ്റർ 34 ഫസ്റ്റ് വേഴ്സ്, ഒന്നാമത്തെ വാക്യം വായിക്കാം. അനന്തരം മോശ മോവാബ് സമഭൂമിയിൽ നിന്ന് യെരിഹോവിനെതിരെയുള്ള നെബോ പർവ്വതത്തിൽ പിസ്ഗാമുകളിൽ കയറി യഹോവ ദാൻ വരെ ഗിലെയാദ് ദേശമൊക്കെ അവനെ കാണിച്ചു. മോശയോട് പറഞ്ഞു, മോശേ, നീ പിസ്ഗായുടെ മലമുകളിൽ കയറും. അവിടെ നിന്നുകൊണ്ട് വാഗ്ദത്ത ദേശത്തെ നോക്ക്. ഞാൻ എന്റെ ജനത്തിന് വാഗ്ദത്തം ചെയ്ത ദേശം കണ്ടോ? ഏതാ? ഗിലെയാദ് ദേശം. അങ്ങനെയെങ്കിൽ ഗിലെയാദ് ദേശത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. റഗ്ഗിഡായിരിക്കുന്ന, കുണ്ടും കുഴിയായിരിക്കുന്ന സ്ഥലം. ദൈവതമ്പുരാൻ അവൻ മോശയെ കാണിച്ചു പറയോ, ഇതാ ഞാൻ നിന്നെ ഈ ജനത്തിന് കൊടുക്കാൻ പോകുന്ന, പറയുവോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. റഗ്ഗിഡായിരുന്ന പ്ലേസിനെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ബ്യൂട്ടിഫുൾ പ്ലേസ് ആക്കി മാറ്റിയെങ്കിൽ, ദൈവത്തിന്റെ പൈതല്, നിന്റെ ജീവിതത്തിൽ ദൈവം മനോഹരമായ അനുഭവങ്ങൾ പകരുന്നവനാ. രണ്ടാമത്തെ പ്രത്യേകത, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒന്ന് തിരിഞ്ഞൊന്ന് ഓർത്ത് നോക്കി. ഒരു കാലത്ത് നമ്മളൊക്കെ എങ്ങനെയുള്ളവരായിരുന്നു? റഗ്ഡ് അല്ലായിരുന്നോ? അൺഈവൻ സർഫസ് ഉള്ളവരല്ലായിരുന്നോ? പക്ഷെ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും ബ്യൂട്ടിഫുൾ ആക്കി മാറ്റിയില്ലേ? സ്തോത്രം. മൂന്നാമത്തെ പ്രത്യേകത യോശുവയുടെ പുസ്തകം. അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ പ്രത്യേകത അതിരിട്ട ദൈവം, അതിര് കൽപ്പിച്ച സ്ഥലം, ശത്രുവുമായി അതിര് കൽപ്പിച്ച സ്ഥലം.
രണ്ടാമത്തെ പ്രത്യേകത, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. മൂന്നാമത്തെ പ്രത്യേകത, യോശുവയുടെ പുസ്തകം 20-ാം അധ്യായം 8-ാമത്തെ വാക്യം. ജോഷുവ ചാപ്റ്റർ 20 വേഴ്സ് 8, 8-ാമത്തെ വാക്യം. യോർദാനക്കരെ മരുഭൂമിയിൽ രൂബേൻ ഗോത്രത്തിൽ സമഭൂമിയിലുള്ള ബേസ്യരും, ഗിലെയാദിൽ ഗാദ് ഗോത്രത്തിൽ രാമോത്തും. ഗിലെയാദിൽ രാമോത്ത് എന്നതാണ്? ദൈവനമ്പര ഒരു 6 സ്ഥലങ്ങൾ ഇസ്രായേൽ ജനത്തിനിടയിൽ കൽപ്പിച്ചാക്കി. അതിൽ ഒരു സ്ഥലമാണ് ഗിലെയാദിലെ രാമോത്ത്. എന്താ ഈ 6 സ്ഥലങ്ങളുടെ പ്രത്യേകത? ഇത് സങ്കേത നഗരങ്ങളാണ്. അതിന് ഒന്നുമുള്ള വാക്യം നിങ്ങൾ പിന്നെ വായിച്ചു നോക്കിയാൽ മതി. ഇത് സങ്കേത നഗരങ്ങളാണ്. ദ സിറ്റീസ് ഓഫ് റെഫ്യൂജ്, സങ്കേത നഗരങ്ങൾ. സങ്കേത നഗരങ്ങളുടെ പ്രത്യേകത 1-ാം വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. രക്തപ്രതികാരകൻ പിടിക്കാൻ കൊല്ലാൻ പിന്തുടർന്നു വരുമ്പോൾ ഇവൻ ഓടി രക്ഷപ്പെടാൻ ദൈവം കൽപ്പിച്ചാക്കിയ സ്ഥലങ്ങളാണ് സങ്കേത നഗരങ്ങൾ. 6 സങ്കേത നഗരങ്ങൾ അവിടെവിടെയായി സ്ഥാപിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നിൽ ഓടിച്ചെന്ന് കയറി രക്ഷപ്പെടാം. അപ്പൊ ഗിലെയാദിലെ 3-ാമത്തെ പ്രത്യേകത സങ്കേത നഗരം ഉള്ള സ്ഥലം. ഒരു വ്യക്തിക്ക് ഓടി വന്ന് അഭയം ചൊല്ലാൻ, അല്ലേ? രക്തപ്രതികാരകൻ പിന്തുടരുമ്പോൾ അഭയം ചൊല്ലാൻ. അതുകൊണ്ട് അല്ലേ ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പാടിയില്ലേ? തന്റെ സേനാനായകന്മാരിൽ ഒരുവനായ അബ്നേർ മരിച്ചപ്പം ദാവീദ് പാടിയില്ലേ? അബ്നേറെ, നീ ഒരു നീച്ചനെ പോലെയോ മരിക്കേണ്ടത്. നിന്റെ കാലുകളിൽ ചങ്ങല ഇട്ടിരുന്നില്ല, നിന്റെ കൈകൾ ബന്ധിച്ചിരുന്നില്ല, പിന്നെ എന്തേ നീ ഒരു നീചനെ പോലെ മരിക്കേണ്ടി വന്നത്? എന്താ ദാവീദ് അങ്ങനെ പാടാൻ കാര്യം? അബ്നേർ മരിക്കപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത് എവിടെ വെച്ചെന്നറിയാമോ? ഹെബ്രോന്റെ പടിവാതിക്കൽ വെച്ച്. ഹെബ്രോൻ ഏതാ? സങ്കേത നഗരമാ. ആ 8-ാം വാക്യത്തിലുണ്ട് സങ്കേത നഗരങ്ങൾ 6 1 ഹെബ്രോനാണ്. ആ സങ്കേത നഗരത്തിന്റെ പടിവാതിക്കൽ വെച്ചാണ് അബ്നേർ കൊല്ലപ്പെടുന്നത്. യോവാബ് വന്ന് അബ്നേറിനെ കൊല്ലുന്നത് ഈ ഹെബ്രോന്റെ പടിവാതിക്കൽ വെച്ച്. ദാവീദ് പാടുന്നു, അബ്നേറെ, നീ ഒരു നീചനെ പോലെയോ മരിക്കേണ്ടിയത്, നിന്റെ കാലുകൾ ചങ്ങല ഇട്ടിരുന്നില്ല. എന്താ ദാവീദ് അങ്ങനെ പാടാൻ കാര്യം? അയ്യോ അബ്നേറെ, നീ എവിടാ നിൽക്കുന്നേ? ഹെബ്രോന്റെ സങ്കേത നഗരത്തിന്റെ പടിവാതിക്കല. ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചാ പോരായിരുന്നോ? ഒരു കാലെടുത്ത് അതിനകത്തോട്ട്, ആ പട്ടണത്തിനകത്തോട്ടൊന്ന് വെച്ചാ പോരെ? യോവാബിന് നിന്നെ തൊടാനൊക്കത്തില്ലായിരുന്നു. നിന്റെ കൈകൾ ബന്ധിച്ചിരുന്നില്ല. നീ കൈ നീട്ടി അതൊന്ന് പിടിച്ചാ പോരായിരുന്നോ? ഇന്ന് ഈ സമയത്ത് ദൈവത്തിന്റെ ആത്മാവാരോടോ ഇടപെടുന്നു. ദൈവത്തിന്റെ പൈതലേ, സങ്കേത നഗരമാക്കി ദൈവം നമ്മെ കണ്ടിരിക്കുമ്പോൾ അനേകർ കോടി വന്ന് അഭയം ചൊല്ലാൻ, രക്തപ്രതികാരകരിൽ നിന്ന് ഓടി വന്ന് അഭയം ചൊല്ലാൻ ഒരു സങ്കേത നഗരം. ഗിലെയാദിന്റെ 3-ാമത്തെ പ്രത്യേകത, അതൊരു സങ്കേത നഗരമാണ്. നമുക്ക് ദൈവത്തോട് പറയാമോ? ദൈവമേ, ഈ ഗിലെയാദ് എനിക്ക് വേണം. 1, ശത്രുവുമായി അതിരിട്ട സ്ഥലം. 2, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ദൈവം മാറ്റിയതാകട്ടെ. ദൈവം അതിനെ റെനോവേറ്റ് ചെയ്ത് ബ്യൂട്ടിഫുൾ സ്ഥലമാക്കി. 3, സങ്കേത നഗരമുള്ള സ്ഥലം. 4, ന്യായാധിപന്മാരുടെ പുസ്തകം, ജഡ്ജസ് ചാപ്റ്റർ 7 വേഴ്സ് 3, 3-ാമത്തെ വാക്യം. ആകയാൽ നീ ചെന്ന്
ആർക്കെങ്കിലും ഭയവും ഭീരുത്വവും ഉണ്ടെങ്കിൽ അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ. മതി. ഗിലെയാദിന്റെ നാലാമത്തെ പ്രത്യേകത ഭയവും ഭീരുത്വവും ഇല്ലാത്ത സ്ഥലം. ഇന്ന് ലോകത്തില് പേടിയില്ലാത്ത ഭയമില്ലാത്ത ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് നമ്മളല്ലേ? ദൈവമക്കളല്ലേ? ഇല്ലേ? ഭയമുണ്ടോ? രക്തസാക്ഷിയായി മരിക്കേണ്ടി വന്നാലും അതിനും തയ്യാറെന്ന് പറഞ്ഞ് ചങ്ക് വിരിച്ച് കാട്ടുന്നവരാ ദൈവത്തിന്റെ മക്കൾ. ഒരു ഭയവുമില്ല. രാജാവിന്റെ മുമ്പിൽ പോലും പോയി ചെന്ന് ദൂത് പറയാം, ഏത് സ്ഥലത്തും ചെന്ന് ആലോചന പറയാം, എവിടെയും ചെന്ന് ട്രാക്ട് കൊടുക്കാൻ, സുവിശേഷം അറിയിക്കാൻ ഒരു ഭയവും ഭീരുത്വവും ഇല്ലാത്ത ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ മക്കളാ, ദൈവമക്കളാ. പേടിയുണ്ടോ? ഇല്ല. മരിക്കാനും തയ്യാറല്ലേ? മരിക്കാനും തയ്യാറുണ്ട്. ഒരു ഭയവും ഇല്ല. ശ്രദ്ധിച്ചപ്പോ ഗിലെയാദിന്റെ നാലാമത്തെ പ്രത്യേകത ഭയവും ഭീരുത്വം ഇല്ലാത്ത സ്ഥലമാണ്. ശ്രദ്ധിച്ചാൽ ആർക്കെങ്കിലും ഭയം ഉണ്ടെങ്കിൽ ഭീരുത്വം ഉണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ. കർത്താവിന് നിന്നെ പ്രയോജനപ്പെടുത്താൻ ഒക്കത്തില്ലെന്ന് സുവിശേഷ വിരോധികൾ എഴുന്നേക്കും. ദൈവമക്കളെ, ഇന്നത്തെ ഈ സ്വാതന്ത്ര്യം ഒക്കെ നഷ്ടപ്പെടുന്ന അവസരമുണ്ട് കേട്ടോ. ഉണ്ട്. നിങ്ങളെ കൊല്ലുന്നവരെല്ലാം അവരുടെ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് ചിന്തിക്കുന്ന സമയം വരുന്നുണ്ട്. ഇപ്പോഴേ ഉണ്ട്, നമുക്കറിയാം. പക്ഷെ ഒരു ഭയമില്ലാതെ, ഭീരുത്വമില്ലാതെ. ഒന്ന് ഓർത്ത് നോക്കി, പത്രോസ് തന്റെ അടുത്തോട് പറഞ്ഞത്, എന്നെ നിങ്ങൾ തലകീഴായി ക്രൂശിച്ചോ. യാക്കോബ് എങ്ങനെയാ മരണത്തെ വരിച്ചത്? ചരിത്ര പുസ്തകത്തിൽ എഴുതുന്നവന്റെ താടി വാളുകൊണ്ട് വെട്ടുന്നതിന് താടി രോമം തടസ്സമായി തീരാതിരിക്കാൻ അവൻ താടി പൊക്കി കാണിച്ചു കൊടുത്തെന്നാ, വെട്ടിക്കോളാൻ. ഒരു ഭയമില്ല. പൗലോസ് എന്നാ പറഞ്ഞേ? നീറോ ചക്രവർത്തിയുടെ വാള് രാഗി മൂർച്ച വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ശബ്ദം പൗലോസിനെ കേൾക്കാം. തടവറയിൽ അവൻ കിടക്കുക. അവൻ പറഞ്ഞെന്തുവാ? ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഒരു ഭയവുമില്ല. ഭയമില്ലാതെ സന്തോഷത്തോടെ മരണത്തെ വരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരു കൂട്ടര വേർപെട്ട ദൈവത്തിന്റെ മക്കൾ. എത്ര പേർ ആമേൻ പറയും? ആമേൻ. ഭയവും ഭീരുത്വം ഇല്ലാത്ത സ്ഥലം ഗിലെയാദ്. നമുക്ക് പറയാം, ദൈവമേ, ഈ ഗിലെയാദ് എനിക്ക് വേണം. എനിക്ക് ഭയവും ഇല്ല, ഭീരുത്വവും ഇല്ല. അതെല്ലാം വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണം ഗിലെയാദ്. അഞ്ചാമത്തെ പ്രത്യേകത ജഡ്ജസ് ചാപ്റ്റർ 11 വേഴ്സ് 1. ന്യായാധിപന്മാരുടെ പുസ്തകം തന്നെ 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഗിലെയാദിനായ ഇബ്താഹ്. മതി. ഇബ്താഹ് ഗിലെയാദിനാണ്, ഗിലെയാദ് ദേശക്കാരൻ. അവൻ പിന്നത്തേതിൽ അവനെ ന്യായാധിപനാക്കി, സേനാ നായകനാക്കി. ശ്രദ്ധിക്കണം, ജനം ചെന്ന് ഇബ്താഹിനോട് പറഞ്ഞു, നീ വന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്യണം, നീ ഞങ്ങൾക്ക് സേനാ നായകനായിരിക്കണം, ന്യായാധിപനായിരിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഗിലെയാദിന്റെ 5-ാമത്തെ പ്രത്യേകത, അവിടെ എന്തോ ഉണ്ട്? ഔദ്യോഗിക മണ്ഡലങ്ങളുണ്ട്. ന്യായാധിപൻ അല്ലേ? ന്യായാധിപൻ, ജഡ്ജസ്, ഔദ്യോഗിക മണ്ഡലം, ജഡ്ജി. ഈ സമയത്ത് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ആരുടെയെങ്കിലും ജോലിക്ക് പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ, നന്മകൾ അടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കൂ. നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമേ, ഈ ഗിലെയാദ് എനിക്ക് വേണം. അടഞ്ഞ വാതിലുകൾ നിന്റെ മുമ്പിൽ ദൈവം തുറക്കുന്നവനാ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ.
കഴിഞ്ഞ ദിവസം അബുദാബിയിൽ നിന്ന് ഒരു സഹോദരൻ വിളിച്ചു, പാസ്റ്ററെ പ്രാർത്ഥിക്കണം. ഞാൻ വിസിറ്റിംഗ് വിസയിൽ വന്നതാണ്, 3 വർഷം കഴിഞ്ഞു, ജോലി കിട്ടിയില്ല. വീണ്ടും അത് റിന്യൂ ചെയ്തു. ഇപ്പോൾ ആ വിസയുടെ കാലാവധി തീരാറായി, ഇനി പുതുക്കി കിട്ടത്തില്ല, ഞാൻ മടങ്ങിപ്പോയേ മതിയാവും. ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അവൻ വാവിട്ട് കരയുക, അലറുക. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവാത്മാവ് അവനോട് ദൂത് പറഞ്ഞു, 4 യാമത്തിങ്കൽ കടലിന്മീതെ നടന്നു വന്ന് കാറ്റിനെയും കടലിനെയും ശാസിച്ചവൻ നിനക്ക് വേണ്ടി വഴി തുറക്കോ. സംഭവിച്ചേക്കണോ? നെക്സ്റ്റ് മൺഡേ, ഇത് വെള്ളിയാഴ്ച വിളിക്കുന്നു, ആ മൺഡേ തിങ്കളാഴ്ച അവനെ ഒരു കമ്പനി വിളിച്ചു ജോലിക്ക് കയറ്റി. ദൈവം എത്ര വിശ്വസ്തന, എത്ര വിശ്വസ്തന. ഔദ്യോഗിക മണ്ഡലങ്ങൾ തുറക്കപ്പെടുന്ന സ്ഥലമാണ് ഗിലെയാദ്. നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമേ, ഈ ഗിലെയാദ് എനിക്കുള്ളത്, എനിക്കുള്ളത്, എനിക്കുള്ളത്. ആറാമത്തെ പ്രത്യേകത ശമൂവേലിന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായം, 2 സാമുവേൽ chapter 17 verse 27, 27-ാമത്തെ വാക്യം. ദാവീദ് മഹനയീമിൽ എത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബായിൽ നിന്ന് നാഗേശിന്റെ മകൻ ശോബി, ലോദെബാരിൽ നിന്ന് അമ്മിയേലിന്റെ മകൻ മാഖീർ, രോഗലീമിൽ നിന്ന് ഗിലെയാദ്യൻ ബർസില്ലായി. മതി, പിന്നെ വായിക്കേണ്ട സമയമില്ല. ഇവരെന്താ ചെയ്തത്? ഇവർക്ക് ദാവീദിനും കൂട്ടർക്കും അവർ മഹനീമിൽ പാർത്തിരിക്കുമ്പോൾ തന്റെ മകൻ അബ്ശാലോമിനെ ഭയന്ന് പോയി ഒളിച്ചിരിക്കുക. ഇവർക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങൾ എത്തിച്ചു കൊടുത്ത വ്യക്തികളിൽ ഒരുവനാണ് ഗിലെയാദ്യനായ ബർസില്ലായി. അവൻ എങ്ങനത്തെ വ്യക്തിയാ? 19-ാം അധ്യായം 32-ാമത്തെ വാക്യം വായിക്കാം. 19-ാം അധ്യായം 32-ാമത്തെ വാക്യം. ബർസില്ലായിയോ 80 വയസ്സുള്ള ഒരു വയോധികനായിരുന്നു. രാജാവ് മഹനീയമിൽ പാർത്തിരുന്ന കാലത്ത്, അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്, മഹനീയമിൽ പാർത്തിരുന്നപ്പോൾ അവൻ ഭക്ഷണ സാധനങ്ങൾ അയച്ചു കൊടുത്തു. അവൻ മഹാധനികനായിരുന്നു. മതി. അങ്ങനെങ്കിൽ ഗിലെയാദിൽ എന്തുണ്ട്? ധനമുണ്ടെന്ന്. നീ പട്ടിണി കിടക്കേണ്ടി വരത്തില്ലെന്ന്, നീ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരത്തില്ലെന്ന്. ഫിലിപ്പിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം നമ്മൾ വായിക്കുന്നല്ലോ, എടുക്കണ്ട. നമ്മുടെ ദൈവമോ, എന്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എത്ര പേർ അത് വിശ്വസിക്കുന്നു? സ്വത്രം. നിന്റെ ബുദ്ധിമുട്ട് മാറ്റുന്ന ദൈവം. ആമേൻ. നിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിവർത്തിച്ച് തരുന്ന ദൈവം. ആമേൻ. ദൈവത്തിന്റെ പക്കൽ ഇഷ്ടം പോലെ ധനമുണ്ടെന്ന്. ആ ധനം എവിടെ ഉണ്ട്? ഗിലെയാദിലുണ്ട് ധനം. നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമേ, ഈ ഗിലെയാദ് എനിക്ക് വേണം. ഗിലെയാദ് എനിക്കുള്ളത്. ഒന്നുകൂടെ നമുക്ക് ചിന്തിക്കാൻ റിവൈസ് ചെയ്യാം. ഗിലെയാദിന്റെ 1-ാമത്തെ പ്രത്യേകത ശത്രുവുമായി അതിരിട്ട സ്ഥലം. 2-ാമത്തെ പ്രത്യേകത, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, മനോഹര പ്രദേശം. 3-ാമത്തെ പ്രത്യേകത, സങ്കേത നഗരം ഉള്ള സ്ഥലം. 4-ാമത്തെ പ്രത്യേകത, ഭയവും ഭീരുത്വവും ഇല്ലാത്ത സ്ഥലം. 5-ാമത്തെ പ്രത്യേകത, ഔദ്യോഗിക മണ്ഡലങ്ങൾ തുറന്നു വരുന്ന സ്ഥലം, ന്യായാധിപൻ. 6-ാമത്തെ പ്രത്യേകത, ധനമുള്ള സ്ഥലമാ ഗിലെയാദ്. നിനക്ക് വേണ്ടുന്ന ധനം അവിടെ ഉണ്ട്. 7-ാമത്തെ പ്രത്യേകത, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം
ഫസ്റ്റ് കിങ് ചാപ്റ്റർ 17 17-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിയനായ ഏലിയാവ്. മതി മതി മതി. അപ്പൊ ഗിലെയാദിന്റെ 7-ാമത്തെ പ്രത്യേകത, ഏലിയാവ് ആരായിരുന്നു? പ്രവാചകൻ, ദൈവത്തിന്റെ പ്രവാചകൻ. അങ്ങനെയെങ്കിൽ ഗിലെയാദിൽ എന്തോ ഉണ്ട്? പ്രവചന ശബ്ദങ്ങളുണ്ട്. ആമേൻ. ദൂതുണ്ടെന്ന്, പ്രവചന ശബ്ദമുണ്ട്, ആലോചനയുണ്ട്. ഇന്ന് ജനത്തിനത് വേണ്ട. ഒരു കാലത്ത് പട്ടിണി കിടന്ന് എവിടെ പോകണം എന്നറിയാതെ വ്യാകുലപ്പെട്ട ജനം, എല്ലാ നന്മകളും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ ദൈവത്തെ വേണ്ട, ആലോചന വേണ്ട. ഇല്ലേ? 107-ാം സങ്കീർത്തനം അതിന്റെ 10-ാം വാക്യം. 107 സാംസ് 107 വേഴ്സ് 10 ഒന്ന് വായിച്ചേ. 107:10. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട്. മതി 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 സിസ്റ്റർ. ഇപ്പൊ ദൈവത്തിന്റെ വചനത്തോട് മത്സരമായി. അവിടെ ഇങ്ങനെ പറയുന്നുണ്ടോ, ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ടോ? ആലോചനയെ നിരസിച്ചു. ആലോചന വേണ്ട. ഇപ്പം ഒരു കാലത്ത് ശ്രദ്ധി, നിങ്ങൾ ആ 107-ാം സങ്കീർത്തനം പഠിച്ചാൽ മതി വീട്ടിൽ ചെന്ന്. ഒരു കാലത്ത് എവിടെ പാർക്കണമെന്നറിയാതെ നിലവിളിച്ച് നടന്ന സ്ഥാനം ദൈവം അവരെ 7-ാം വാക്യത്തിലുണ്ട്. പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വേയുള്ള വഴിയിൽ നടത്തി. ആ ദൈവമക്കളെ ഇപ്പം എന്ത് ചെയ്യുന്നേ? വചനം വേണ്ട, വചനത്തോട് മത്സരം. ആലോചന വേണ്ട. ഇപ്പൊ ദൈവം എന്നാ പ്രവചനം, എന്നാ വെളിപ്പാട്, എന്തോ ദർശനം, ഒന്നും വേണ്ട. അങ്ങനെയല്ല, അങ്ങനെയല്ല. ഗിലെയാദിൽ എന്തോണ്ട്? പ്രവചന ശബ്ദമുണ്ട്. പ്രവചനം നമ്മെ ധൈര്യപ്പെടുത്തുന്നതാ, പ്രവചനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നതാ, പ്രവചനം നമ്മെ ഉത്സാഹിപ്പിക്കുന്നതാ, പ്രവചനം നമ്മെ ഉറപ്പിക്കുന്നതാ. പക്ഷെ എല്ലാം ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം, അത്രേ ഉള്ളൂ. സ്തോത്രം. അപ്പൊ ഇവിടെ ഗിലെയാദിന്റെ 7-ാമത്തെ പ്രത്യേകത, അവിടെ എന്തുണ്ട്? ദൈവ ശബ്ദമുണ്ട്, ആലോചനയുണ്ട്, പ്രവചനം. അപ്പൊ സ്പിരിച്വലി വളർന്നിരിക്കുന്ന, ഗ്രോ ചെയ്തിരിക്കുന്ന പ്ലേസ് ആണ് ഗിലെയാദ്. 8-ാമത്തെ പ്രത്യേകത ദിനവൃത്താന്തം 1-ാം പുസ്തകം, ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 5 വേഴ്സ് 9. 1 ദിനവൃത്താന്തം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. സഭയോടുള്ള ദൂതാണ്. വായിച്ചേ. അവരുടെ കന്നുകാലികൾ ഗിലെയാദ് ദേശത്ത് പെരുകിയിരുന്നത് കൊണ്ട്. മതി. ഗിലെയാദ് ദേശത്ത് കന്നുകാലികൾ എന്തോ ഇതെന്നാ? പെരുകിയെന്ന്, വർദ്ധിച്ചെന്ന്. ആമേൻ. റിജോയ്സ് മിനിസ്ട്രീസ് എന്ന ചർച്ചിനോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ആത്മാക്കളുടെ വർദ്ധനവ് ദൈവം തരുന്നവനാ. നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമേ, ഈ ഗിലെയാദ് എനിക്ക് വേണം, ഈ ഗിലെയാദ് എനിക്ക് വേണം, ആത്മാക്കളെ എനിക്ക് വേണം. ആത്മാക്കളെ എനിക്ക് വേണം. നമുക്ക് അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഞാൻ ആത്മാവിൽ കാണുകയ ഒരു വലിയ കൂട്ടം ജനം സ്നാനങ്ങൾ നടക്കാൻ പോവുക. ആ സഭയിൽ സ്നാനങ്ങൾ നടക്കാൻ പോവുക. സ്തോത്രം. പുതിയ ജീവിതങ്ങൾ, കേട്ടോ, പുതിയ കുടുംബങ്ങൾ ദൈവകൃപയിലേക്ക് കടന്നു വന്ന് സ്നാനപ്പെട്ട് ദൈവത്തോട് ചേരുന്ന അനുഭവം റിജോയ്സ് മിനിസ്ട്രീസിന് ദൈവം നൽകാൻ പോകുക. ആമേൻ. സമയം വളരെയധികം ഓടുന്നല്ലോ. 8-ാമത്തെ പ്രത്യേകത ഗിലെയാദിന്റെ കന്നുകാലികൾ പെരുകിയ സ്ഥലം, അതായത് ആത്മാക്കളുടെ വർദ്ധനവ്.
ഇനി 9ാമത്തെ പ്രത്യേകത, കന്നുകാലികൾ വർദ്ധിക്കണമെങ്കിൽ എന്തോ വേണമെങ്കിലേ അത്. 9ാമത്തെ പ്രത്യേകത 6ാമത്തെ അധ്യായം, 1 Chronicles chapter 6, 6ാമത്തെ അധ്യായം 80ാമത്തെ വാക്യം, 80 verse 80. ഗാദ് ഗോത്രത്തിൽ ഗിലെയാദിലെ രാമോത്തും പുൽപ്പുറങ്ങളും മഹനീയ ഗിലെയാദിലെ എന്തുവാ? പുൽപ്പുറങ്ങൾ. അപ്പൊ ഗിലെയാദിൽ എന്തുകൊണ്ട്? പുൽപ്പുറങ്ങൾ ഉണ്ടെന്ന്, ഇഷ്ടംപോലെ ഭക്ഷിക്കാൻ ആഹാരമുണ്ടെന്ന്. ഏതൊരു വ്യക്തി കടന്നു വന്നാൽ അവർക്ക് ഭക്ഷിപ്പാനുള്ള പോഷണം ദൈവസഭയ്ക്കകത്തുണ്ടെന്ന്. ആമേൻ. നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമേ ഈ ഗിലെയാദ് എനിക്ക് വേണം, ഈ ഗിലെയാദ് എനിക്ക് വേണം. സ്തോത്രം. അവിടെ ഇഷ്ടം പോലെ വചനമുണ്ട്, ഭക്ഷിക്കാൻ ഇഷ്ടം പോലെ ആഹാരമുണ്ട്. 10ാമത്തതും അവസാനത്തതുമായ പ്രത്യേകത, 10ാമത്തതും ഈ പുൽപ്പുറം ഉണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമല്ലോ അല്ലേ? 65ാം സങ്കീർത്തനം, 65ാം സങ്കീർത്തനം 9 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. 65ാം സങ്കീർത്തനം 9 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ പെട്ടെന്ന്. സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. അടുത്തത്, നീ അതിന്റെ ഒഴിവുചാലുകളെ നനയ്ക്കുന്നു, നീ അതിന്റെ കട്ട ഉടച്ചു നിരത്തുന്നു, അടുത്തത്, മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു, അടുത്തത്, നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു, മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, അവ ആർക്കെയും പാടുകയും ചെയ്യുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഉടനെ മടങ്ങിയ സമയമില്ലല്ലോ. 10ാമത്തതും അവസാനത്തതുമായ പ്രത്യേകത, യെരമ്യ പ്രവാചകന്റെ പുസ്തകം, ജെറമായ ചാപ്റ്റർ 8, യെരമ്യ പ്രവചനം 8ാം അധ്യായം 22ാമത്തെ വാക്യം. ദൈവമക്കളോടുള്ള അവസാനത്തെ ഗിലെയാദ് എന്ന അവസാനത്തെ ദൂത്, 8:22. ഗിലെയാദിൽ സുഗന്ധതൈലം ഇല്ലയോ? ഗിലെയാദിൽ സുഗന്ധതൈലം ഇല്ലയോ? അവിടെ വൈദ്യൻ ഇല്ലയോ? മതി. ഗിലെയാദിൽ എന്തുകൊണ്ട്? വൈദ്യനുണ്ട്, ഡോക്ടറുണ്ട്, സുഗന്ധതൈലമുണ്ടെന്ന്. ഇനി നമുക്ക് ഈ 4ാം അധ്യായം കൂടെ നിലത്ത്, യെരമ്യ പ്രവചനം 4ാം അധ്യായം 11ാം വാക്യം കൂടി ഒന്ന് വായിച്ചേ. 46ാം അധ്യായം 11ാം വാക്യം. യെരമ്യ പ്രവചനം 46:11 വാക്യം കൂടി ഒന്ന് വായിച്ചേ. മിസ്രയീം പുത്രിയായ കന്യകേ, ഗിലെയാദിൽ ചെന്ന് തൈലം വാങ്ങുക. ഗിലെയാദിൽ ചെന്ന് തൈലം വാങ്ങുക. നീ വളരെ ഔഷധം പ്രയോഗിക്കുന്നത് വെറുതെ, നിനക്ക് രോഗശാന്തി ഉണ്ടാകുകയില്ല. ഗിലെയാദിൽ ചെന്ന് തൈലം വാങ്ങ്, അവിടെ രോഗസൗഖ്യമുണ്ടെന്ന്. ഗിലെയാദിൽ എന്തുകൊണ്ട്? രോഗശാന്തിയുണ്ട്. ഉണ്ടോ? നിശ്ചയമായും, ഡെഫിനിറ്റ്. ഹി ഈസ് ദ ഹീലർ. അവനാരാ? രോഗസൗഖ്യം തരുന്നവൻ. ഗിലെയാദിൽ വൈദ്യനുണ്ട്, ഗിലെയാദിൽ തൈലമുണ്ട്. ഇന്ന് ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികളെ കേൾക്കുന്നെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ഗിലെയാദിൽ രോഗശാന്തിയുണ്ട്. നമുക്ക് ദൈവത്തോട് പറയാം, അപ്പ ഈ ഗിലെയാദ് എനിക്ക് വേണം. ഗിലെയാദിന്റെ 10 പ്രത്യേകത ഞാൻ ചിന്തിച്ചു, ഓടിച്ചു ചിന്തിക്കാം. 1, അതിരിട്ട സ്ഥലം, ശത്രുമായി. 2, മനോഹര പ്രദേശം. 3,
സങ്കേത നഗരമുള്ള ഇടം. 4, ഭയവും ഭീരുത്വവും ഇല്ലാത്തവരുടെ സ്ഥലം. 5, ഗവൺമെന്റ് ഔദ്യോഗിക മണ്ഡലങ്ങൾ തുറന്നു വരുന്ന സ്ഥലം. 6, ധനമുള്ള സ്ഥലം. 7, ആത്മീക വളർച്ച ഉണ്ടാകുന്ന സ്ഥലം. പ്രവചന ശബ്ദങ്ങൾ പ്രചോദിപ്പിക്കുന്ന ആലോചനകളുള്ള സ്ഥലം. 8, ആത്മാക്കളുള്ള സ്ഥലം, ആത്മാക്കൾ. 9, പച്ച പുൽമേടുള്ള സ്ഥലം, പുൽപ്പുറമുള്ള സ്ഥലം. 10, രോഗശാന്തിയുള്ള സ്ഥലം, രോഗശാന്തിയുള്ള സ്ഥലം. ഇനി ഒരു വാക്യം കൂടി വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സെഖരിയ പ്രവചനം 10-ാം അധ്യായം. സെഖരായ ചാപ്റ്റർ 10 വേഴ്സ് 10, 10:10. സെഖരിയ പ്രവചനം 10:10. ഞാൻ അവരെ മിസ്രൈം ദേശത്തു നിന്ന് മടക്കി വരുത്തും. അശ്ശൂരിൽ നിന്ന് അവരെ ഗിലെയാദ് ദേശത്തിലേക്കും മടക്കി വരുത്തും. ഇന്ന് ഈ സമയത്ത് നാം ചിന്തിച്ച ഈ 10 പ്രത്യേകതകളിൽ ഏതിലെങ്കിലും നീ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ഈ 10 പ്രത്യേകതകളിൽ ഏതിലെങ്കിലും നിന്ന് നീ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ദൈവം പറയുന്നു ഞാൻ നിന്നെ മടക്കി വരുത്തും. എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറ. ഒരു കര വലത് കര ഉയർത്തിപ്പിടിച്ച് ഇടത് കര നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറ, ദൈവമേ ഈ ഗിലെയാദ് എനിക്ക് വേണം. നിങ്ങൾ ഓരോരുത്തരോടും ദൂത് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് കർത്താവിന്റെ വിലയേറിയ ദാസൻ തന്ന സമയം ഇവിടെ അവസാനിച്ചിരിക്കാൻ ഞാനും നിർത്തുന്നു. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.